ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ദ റിവർ വാലി സിവിലൈസേഷൻ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടാവും. നമ്മൾ റിവർ വാലി സിവിലൈസേഷനിൽ പ്രധാനമായിട്ടും ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതിലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസോപ്പൊട്ടേമിയൻ, ചൈനീസ് സിവിലൈസേഷൻ 4 സംസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പ്രത്യേകതകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ സമ്മറി ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത? അവരുടെ ടൗൺ പ്ലാനിങ് ആയിരുന്നു. അതേപോലെ അഗ്രികൾച്ചർ, അതേപോലെ ക്രാഫ്റ്റ്, സ്ക്രിപ്റ്റ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റി പറയുമ്പോൾ എപ്പോഴും നൈൽ നദിയെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കണം. അതേപോലെ തന്നെ അവിടുത്തെ എഴുത്ത് രീതിയായിരുന്ന ഹൈറോഗ്ലിഫിക്സ്, പിന്നെ പിരമിഡ്, അതേപോലെ തന്നെ സ്ഫിനിക്സ്, കലങ്ടർ, ഇതൊക്കെ അവിടുത്തെ പ്രത്യേകതകളായിരുന്നു. ഇനി മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈഗ്രിസ് നദിയുടെയും യൂഫ്രട്ടീസ് നദിയുടെയും ഇടയിലുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു. അവിടുത്തെ എഴുത്ത് രീതിയാണ് ക്യൂണിഫോം സിഗുറാറ്റ്സ്. അവിടുത്തെ കലങ്ടർ അവരുടെ വേറൊരു പ്രത്യേകതയായിരുന്നു. ചൈനീസ് സിവിലൈസേഷൻ, ഹ്യോങ്ങോ വാലി, ഹാർട്ട് ഓഫ് റൈറ്റിംഗ്, സിൽക്ക് ഇൻഡസ്ട്രി, കലണ്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. നമ്മൾ ഇതിൽ പ്രധാനമായി പഠിക്കുന്നത് ലെറ്റേഴ്സ് അസസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ലെറ്റേഴ്സ് അസസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. Prepare a note on early excavation in the Indus Valley region. ഇൻഡസ് വാലി റീജിയനിലെ എക്സ്കവേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ലീഡ്സ് ദ റിസർച്ചസ് ഓൺ ആർക്കിയോളജി ഇൻ ഇന്ത്യ. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന അവരാണ് ഈ ഒരു സർവേ ഒക്കെ എക്സ്കവേഷനൊക്കെ സംഘടിപ്പിച്ചത്. എക്സ്കവേഷൻ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ഇൻഡസ് സ്റ്റാർട്ടഡ് വെൻ സർ ജോൺ മാർഷൽ വാസ് ദ ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ എക്സ്കവേഷനൊക്കെ ഇൻഡസ് റിവറിൻ്റെ അടുത്ത് സംഘടിപ്പിച്ചത് എപ്പോഴായിരുന്നു? സർ ജോൺ മാർഷൽ ഇവിടുത്തെ ഡയറക്ടർ ആയപ്പോഴാണ്. ഫസ്റ്റ് എക്സ്കവേഷൻ വാസ് ഹെൽഡ് അറ്റ് ഹാരപ്പ അണ്ടർ ദയാറാം സാഹ്നി. ആദ്യത്തെ എക്സ്കവേഷൻ നടന്നത് ഹാരപ്പയിലാണ്. ദയാറാം സാഹ്നിയുടെ നേതൃത്വത്തിലായിരുന്നു അത്. ഇറ്റ് വാസ് R.D. ബാനർജി ഹൂ ലെഡ് എക്സ്കവേഷൻ ഇൻ മോഹൻജദാരോ. മോഹൻജദാരോയിൽ എക്സ്കവേഷൻ നയിച്ചതാരാണ്? R.D. ബാനർജി. അപ്പോൾ ഹാരപ്പയിൽ ദയാറാം സാഹ്നിയും R.D. ബാനർജി മോഹൻജദാരോ ാണ്. ഹാരപ്പ ആൻഡ് മോഹൻജദാരോ ആർ ഇൻ ടുഡേയ്സ് പാകിസ്ഥാൻ. ഇന്ന് അതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അർബൻ ലൈഫ് ഓഫ് ഇൻഡസ് പീപ്പിൾ? ഇൻഡസ് പീപ്പിളിലെ അർബൻ ലൈഫിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഹാർഡ് ബേൺഡ് ബ്രിക്സ് വർ യൂസ്ഡ് ടു ബിൽഡ് ബിൽഡിങ്സ്. ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ ചുടുകട്ടകളാണ് അവർ ഉപയോഗിച്ചത്. ഹാർഡ് ബേൺഡ് ബ്രിക്സ് വർ യൂസ്ഡ് ടു ബിൽഡ് ബിൽഡിങ്സ്. പിന്നെ അവരുടെ പ്രത്യേകത സിറ്റീസിൻ്റെ ആയിരുന്നു. സിറ്റീസ് ഹാഡ് 2 പാർട്സ്. സിറ്റികൾക്ക് തന്നെ 2 ഭാഗങ്ങളുണ്ട്. ദ പാർട്ട് ഓഫ് ദ സിറ്റി ടു ദ വെസ്റ്റ് വാസ് ഹയർ. വെസ്റ്റിലുള്ള ആ സിറ്റിയുടെ ഭാഗം കുറച്ച് ഹയർ ആയിരുന്നു. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ അഡ്മിനിസ്ട്രേഷൻ. അവിടെ ആരായിരുന്നു താമസിച്ചിരുന്നത്? ഭരണവുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ദ പാർട്ട് ഓഫ് ദ സിറ്റി ടു ഈസ്റ്റ് വാസ് ലോവർ. അങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് സിറ്റിനെ തിരിച്ചിരുന്നത്. വെസ്റ്റ് ഭാഗത്ത് ആരാണ്? അഡ്മിനിസ്ട്രേറ്ററും. അതേപോലെ ഈസ്റ്റ് ഭാഗത്ത് വാസ് ലോവർ വാസ് ഇൻഹാബിറ്റഡ് ബൈ കോമൺ പീപ്പിൾ. സാധാരണ ജനങ്ങൾ ആയിരുന്നു ഈ ഈസ്റ്റ് ഭാഗത്ത് താമസിച്ചിരുന്നത്. ഹൗസസ് വർ ബിൽഡ് അലോങ് ബോത്ത് സൈഡ്സ് ഓഫ് പ്ലാൻഡ് സ്ട്രീറ്റ്. അപ്പോൾ അന്നേ അവിടെ പ്ലാൻഡ് സ്ട്രീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. സ്ട്രീറ്റിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടായിരുന്നു എന്തുണ്ടായിരുന്നത്? വീടുകളൊക്കെ നിർമ്മിച്ചിരുന്നത്. ദ ഡ്രെയിനേജ് സിസ്റ്റം വാസ് യൂസ്ഡ്. അന്നത്തെ കാലത്തും ഡ്രെയിനേജ് സിസ്റ്റം, അതായത് അഴുക്കുവെള്ളം പോകാനുള്ള ചാലുകളൊക്കെ അവർ നിർമ്മിച്ചിരുന്നു. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ല ഇപ്പം കാണുന്ന ഒരു ചെറിയൊരു മോഡൽ തന്നെയാണ് അന്നും വീടുകൾ നിർമ്മിച്ചിരുന്നത്. ടൗണുകൾ ഉണ്ടായിരുന്നു, അതായത് പ്ലാൻഡ് സ്ട്രീറ്റുകൾ ഉണ്ടായിരുന്നു, ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രേറ്റ് ബാത്ത് മോഹൻജദാരോ? മോഹൻജദാരോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ടത് ദ ഗ്രേറ്റ് ബാത്താണ്. ദ ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജദാരോ വിച്ച് വാസ് മെയ്ഡ് എൻറ്റയർലി വിത്ത് ബേൺഡ് ബ്രിക്സ്. അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്? ചുടുകട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആർക്കിടെക്ചർ സ്കിൽ ഓഫ് ദ പീപ്പിൾ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടുത്തെ ജനങ്ങളുടെ ആർക്കിടെക്ചർ സ്കില്ലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി വിച്ച് ആർ ദ മെയിൻ ഹാൻഡിക്രാഫ്റ്റ് വർക്ക്സ് എക്സിസ്റ്റഡ് ഇൻ ഇൻഡസ് വാലി? ഇൻഡസ് വാലി നിലനിന്നിരുന്ന ഹാൻഡിക്രാഫ്റ്റ് വർക്ക് ഏതായിരുന്നു? മേക്കിംഗ് ഓഫ് ക്ലേ പോട്ട്, മേക്കിംഗ് ഓഫ് ഓർണമെൻറ്റ്, മേക്കിംഗ് ഓഫ് സ്റ്റാറ്റ്യൂ. ഇനി 5ാമത്തെ ചോദ്യം നോക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് എ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ജസ്റ്റിഫൈ.
The use of bronze, agriculture, progress, development of trade and craftsmanship, the art of writing, progress in the field of science, etc. were the remarkable common features of Bronze Age civilization. അപ്പോൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് യൂസ് ഓഫ് ബ്രോൺസ്. ഒന്നാമതായിട്ട് നമുക്ക് എന്ത് പറയാം, ബ്രോൺസിൻ്റെ ഉപയോഗം. അതേപോലെ അഗ്രികൾച്ചർ പ്രോഗ്രസ്, കാർഷികരമായും വളരെയധികം ഡെവലപ്മെൻറ്റ് ഉണ്ടായി. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് ക്രാഫ്റ്റ്മാൻഷിപ്പ്. പിന്നെ ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്തു വിദ്യ പരിശീലിക്കാൻ തുടങ്ങി. പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, സയൻസിൻ്റെ മേഖലകളിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. ആർ ദ റിമാർക്കബിൾ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ബ്രോൺ ഏജ് സിവിലൈസേഷൻ. ഇതൊക്കെ ബ്രോൺ ഏജ് സിവിലൈസേഷൻ്റെ ഫീച്ചേഴ്സാണ്. വി കുഡ് സി ഓൾ ദീസ് ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമുക്ക് ഇതെല്ലാം എവിടെയും കാണാം, ഇൻഡസ് വാലി സിവിലൈസേഷനിലും നമുക്കിത് കാണാം. സോ ഇറ്റ് ഈസ് റൈറ്റ് ടു സേ ദാറ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് എ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണെന്ന് പറയാം. ഇനി അടുത്തത് ആർട്ടിസ്റ്റിക് സ്കിൽ ഓഫ് ഇൻഡസ് പീപ്പിൾ ഈസ് എവിഡൻറ്റ് ഫ്രം ദെയർ സീൽസ്. എക്സ്പ്ലെയിൻ. ആർട്ടിസ്റ്റിക് സ്കില്ല്, അവരുടെ ആ സ്കില്ല് നമുക്ക് അവരുടെ സീൽസ് തന്നെ മനസ്സിലാവും. അത് എന്തുകൊണ്ടാണ്? ദ ആർട്ടിസ്റ്റിക് സ്കിൽ ഓഫ് ഹാരപ്പൻ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ സീൽസ് ദേ മെയ്ഡ്. അവർ ഓരോ സീലുകൾ ഉണ്ടായിരുന്നു, സീൽസ് അവരുണ്ടാക്കിയിരുന്നു. ദ സീൽസ് വെയർ മെയ്ഡ് ഫ്രം ക്ലേ ആൻഡ് സ്റ്റോൺസ്. ഈ സീൽ അവർ എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയത്? ക്ലേ എന്ന് പറഞ്ഞാൽ എന്താ, കളിമണ്ണ്, അതേപോലെ സ്റ്റോൺസിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ദ സ്റ്റാച്യു ഓഫ് ദ ഡാൻസിങ് ഗേൾ ഫൗണ്ട് ഫ്രം മോഹൻജദാരോ ഈസ് ദ എക്സാമ്പിൾ ഓഫ് ദെയർ ആർട്ടിസ്റ്റിക് സ്കിൽ. അവരുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്കില്ലിന് വേറൊരു ഉദാഹരണമാണ് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ ശില്പം. ഇതൊക്കെ അവർ വളരെ കലാപരമായിട്ട് വളരെ കഴിവുള്ളവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ മെസോപ്പൊട്ടേമിയൻ സ്ക്രിപ്റ്റ്. മെസോപ്പൊട്ടേമിയൻ സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒരു നോട്ട് എഴുതാനാണ്. ദ മെസോപ്പൊട്ടേമിയൻ സിസ്റ്റം റൈറ്റിംഗ് ഈസ് കോൾഡ് ക്യൂണിഫോം. എന്താണ് ഇതിന് പറയുക? ആ റൈറ്റിങ്ങിന് പറയുന്ന പേരാണ് ക്യൂണിഫോം. എന്താണ്? മെസോപ്പൊട്ടേമിയൻ സിസ്റ്റം റൈറ്റിംഗ് ഈസ് കോൾഡ് ക്യൂണിഫോം. ദ സ്ക്രിപ്റ്റ് വാസ് വെഡ്ജ് ഷേപ്ഡ്. ഒരു വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. ദേ വർ റിട്ടൺ ഓൺ ദ സ്മൂത്ത് സർഫസ് ഓഫ് വെറ്റ് ക്ലേ ടാബ്ലറ്റ്. അവർ എഴുതിയിരുന്നത് നല്ല വെറ്റ് ക്ലേ ടാബ്ലറ്റിൻ്റെ മേലായിരുന്നു ഈ എഴുത്ത് എഴുതിയിരുന്നത്. അതിന് പറയുന്ന പേരെന്താണ്? ക്യൂണിഫോം. ഇനി നെക്സ്റ്റ്, analyze the progress achieved by the Bronze Age civilization in the field of science and mathematics. അപ്പോൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 4 സിവിലൈസേഷനാണ് ഓർമ്മയിൽ വെക്കേണ്ടത്. ഈ 4 സിവിലൈസേഷനിലും സയൻസിൻ്റെയും മാത്സിൻ്റെയും ഫീൽഡിൽ അവർക്ക് ഉണ്ടായിരുന്ന അച്ചീവ്മെൻറ്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഹാരപ്പൻ സിവിലൈസേഷൻ കോപ്പർ വാസ് മിക്സ്ഡ് വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് ബ്രോൺസ്. കോപ്പർ ടിന്നുമായിട്ട് മിക്സ് ചെയ്ത് അവരെന്തുണ്ടാക്കി? ബ്രോൺസ് ഉണ്ടാക്കി. ദേ മെയ്ഡ് ടൂൾസ് ആൻഡ് വെപ്പൺസ് യൂസിങ് ബ്രോൺസ് ഉപയോഗിച്ച് അവർ ടൂൾസും വെപ്പൺസും ഉണ്ടാക്കി. ഇനി മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ പറയാന്ന് വെച്ചാൽ എന്താണ്? ദേ അച്ചീവ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക് ആൻഡ് ആസ്ട്രോണമി. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷന് അവരുടെ നല്ല അച്ചീവ്മെൻ്റ് ആണ് മാത്സിൻ്റെ കാര്യത്തിലും അതേപോലെ ആസ്ട്രോണമിയും. ദേ ഫോർമുലേറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ മൂൺ. ചന്ദ്രൻ്റെ ചലനങ്ങൾ അനുസരിച്ച് അവരൊരു കലണ്ടർ ഉണ്ടാക്കി. ദേ ഡിവൈഡഡ് എ ഇയർ ഇൻറ്റു 12 months, എ മന്ത് ഇൻറ്റു 4 weeks ആൻഡ് എ ഡേ ഇൻറ്റു 24 hours. അവരെന്തായത് 12 മാസങ്ങളാക്കി, പിന്നെ 4 ആഴ്ചകളാക്കി, ഒരു ദിവസത്തെ 24 മണിക്കൂറുകളാക്കി. ദേ ന്യൂ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്. അവർക്ക് ഡിവിഷൻ ചെയ്യാൻ അറിയാം, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ടൊക്കെ അവർക്ക് അറിയാമായിരുന്നു. ഇനി അടുത്ത സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ്. ദ ഈജിപ്ഷ്യൻ ഓൾസോ അറ്റൈൻഡ് അമേസിംഗ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസിൻ്റെ കാര്യത്തിൽ ഒരു അപാരമായ മുന്നേറ്റമാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടായത്. ദേ ഫോർമുലേറ്റഡ് എ സോളാർ കലണ്ടർ. അവരെന്തുണ്ടാക്കി? സോളാർ കലണ്ടറാണ് ഉണ്ടാക്കിയത്. ആസ് പെർ ദിസ് കലണ്ടർ ഇയർ ഹാഡ് 365 days. ഈ ഒരു കലണ്ടർ അനുസരിച്ച് ഒരു വർഷത്തിന് 365 ദിവസങ്ങളുണ്ട്. എ ഇയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു 12 months, 30 days ഈച്ച്. ദ റിമൈനിങ് ഓഫ് 5 days വർ സെറ്റ് അസൈഡ് ഫോർ സെലിബ്രേഷൻ. 12 മാസങ്ങളും അതേപോലെ 30 ദിവസങ്ങളായിട്ടുള്ള ഓരോ മാസങ്ങളാക്കി മാറ്റി. അപ്പോൾ ഒരു 5 ദിവസം ബാക്കി വരും. ആ ദിവസങ്ങൾ അവർ ആഘോഷങ്ങൾക്കാക്കി മാറ്റിവെച്ചിരുന്നു. ദെയർ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ഈസ് ഓൾസോ സിഗ്നിഫിക്കൻറ്റ്. ദേ ഗുഡ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് റെക്ടാങ്കിൾ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിളും റെക്ടാങ്കിളും ഒക്കെ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടു ഡിറ്റർമിൻ ടൈം ദേ മെയ്ഡ് സൺ ഡയൽ, എ ക്ലോക്ക് ദാറ്റ് ടെൽസ് ടൈം ബൈ ദ ഷാഡോ കാസ്റ്റ് ബൈ ദ സൺ ആൻഡ് വാട്ടർ ക്ലോക്ക് ദാറ്റ് വർക്ക്സ് ഓൺ ദ വാട്ടർ കറൻറ്റ്. അതേപോലെ തന്നെ അവർ സൺ ഡയൽ ഉണ്ടാക്കി.
ഓക്കെ, ഇനി അടുത്തത് ചൈനീസ് സിവിലൈസേഷൻ ആണ്. ചൈനീസ് ഫോർമുലേറ്റ് എ കലണ്ടർ വിച്ച് കൺസിസ്റ്റ് ഓഫ് 365 1/2 ഡേയ്സ്. ഫോർമുലേറ്റ് എ കലണ്ടർ വിച്ച് കൺസിസ്റ്റ് ഓഫ് 365 1/2 ഡേയ്സ്. അപ്പോൾ അവരുണ്ടാക്കിയ ഒരു കലണ്ടറാണ്. 365.5 ഡേയ്സ് ഉള്ള കലണ്ടറാണ് അവരുണ്ടാക്കിയത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കൂ, ജോൺ മാർഷൽ ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്? ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഓക്കെ, ജോൺ മാർഷൽ. ഇനി അടുത്തത് ദഹ്റാം സാഹ്നി ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഹാരപ്പ. ദഹ്റാം സാഹ്നി, ഹാരപ്പ. ഓക്കെ, ആർ ഡി ബാനർജി മോഹൻജദാരോ. ഹൈറോഗ്ലിഫിക്സ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈറോഗ്ലിഫിക്സ് ഈജിപ്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യൂണിഫോം സ്ക്രിപ്റ്റ് മെസോപ്പൊട്ടേമിയ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പിന്നെ നല്ലവണ്ണം ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ലെറ്റേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്. വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ നശിക്കാനുള്ള കാരണം എന്ത്? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ടൈം ആയാലും ആനുവൽ എക്സാമിനൊക്കെ കാണുന്നതാണ്. എന്താണ് കാരണം? ഫ്ലഡ്, ഒന്നാമത്തേത് വെള്ളപ്പൊക്കം, എക്സ്റ്റേണൽ ഇൻവേഷൻ, പുറത്തു നിന്നുള്ള ആക്രമണം, ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക വൃത്തിയിലുള്ള പരാജയം, നാശം, എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി. ഈ 4 ഏതെങ്കിലും 3 നിങ്ങൾ അല്ലെങ്കിൽ 5 നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എല്ലാ എക്സാമിനും കണ്ടിട്ടുണ്ട്. ഇപ്പം ഫ്ലഡ്, എക്സ്റ്റേണൽ ഇൻവേഷൻ, ഡിഫോറസ്റ്റേഷൻ, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, എപ്പിഡമിക്സ്. ഇനി നമുക്ക് കുറച്ച് പദങ്ങൾ പരിചയപ്പെടാം. എന്താണ് ഹീറോഗ്ലിഫിക്സ്? അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് അല്ലെങ്കിൽ പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓഫ് ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? They formed an art of writing. It is known as hieroglyphics, which means sacred writing. അപ്പോൾ ആരാണ് ഇത് ഉണ്ടാക്കിയത്? ഈജിപ്ഷ്യൻ ആണ് കേട്ടോ. അതിവിടെ എഴുതണം. ഈജിപ്ഷ്യൻസ് ഫോംഡ് ആൻ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഇറ്റ് ഈസ് നോൺ ആസ് ഹീറോഗ്ലിഫിക്സ് വിച്ച് മീൻസ് സാക്രഡ് റൈറ്റിംഗ്. അതിൻ്റെ ഒരു മീനിങ് ഉണ്ട്. എന്താണ് സാക്രഡ് റൈറ്റിംഗ്? ദേ യൂസ്ഡ് ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ് കോൾഡ് പാപ്പിറസ് ഫോർ റൈറ്റിംഗ്. അവർ റൈറ്റിങ്ങിന് ഉപയോഗിച്ചിരുന്ന ആ പ്ലാന്റിന് എന്താണ് പറയുക? പാപ്പിറസ് എന്നായിരുന്നു. ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് പരിചയപ്പെടാം. ഹൂ ഡിഡ് ദ എക്സ്കവേഷൻ ഇൻ മോഹൻജദാരോ? മോഹൻജദാരിൽ ആരാണ് എക്സ്കവേഷൻ നടത്തിയത്? ആർ ഡി ബാനർജിയാണ്. ഹു വാസ് ദ ഡയറക്ടർ ഓഫ് ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ? ഏതായിരുന്നു? സർ ജോൺ മാർഷൽ. വാട്ട് വാസ് ദ കീ ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിറ്റീസിൻ്റെ ഭയങ്കരമായിട്ടുള്ള സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ ഹാർഡ് ബേൺഡ് ബ്രിക്സ് ആണ്. ചുടുകട്ടകള കൊണ്ടാണ് അവർ നിർമ്മാണം നടത്തിയിരുന്നത്. ഇൻ മോഹൻജദാരോ എ ഗ്രേറ്റ് ടാങ്ക് വാസ് കോൾഡ്. അപ്പോൾ മോഹൻജദാരോ കാണപ്പെടുക ഗ്രേറ്റ് ടാങ്കിനെ എന്താ പറയുക? ദ ഗ്രേറ്റ് പാത്ത്. ലോഥം വാസ് വൺ ഓഫ് ദ സെൻറ്റേഴ്സ് ഓഫ് എ മാരിടൈം ട്രേഡ്. ഇനി കോപ്പർ വാസ് മിക്സ്ഡ് വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ്. കോപ്പറും ടിന്നും മിക്സ് ചെയ്തിട്ട് എന്താണ്? ബ്രോൺസ് ആണ് ഉണ്ടാക്കുന്നത്. ഹൂ ഫോർമുലേറ്റഡ് ദ സോളാർ കലണ്ടർ ആരാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്? ഈജിപ്ഷ്യനാണ്. വാട്ട് ഈസ് സൺഡയൽ? സൺഡയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൺഡയൽ ഈസ് എ ക്ലോക്ക് വിച്ച് ടെൽ ബൈ ഷാഡോ കാസ്റ്റ് ബൈ ദ സൺ. അപ്പോൾ നിഴലുകൾ ഉപയോഗിച്ച് ടൈം കണക്കാക്കുന്ന രീതി, ആ ഒരു രീതിക്കാണ് സൺഡയൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെസോപ്പൊട്ടേമിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത് എന്താണ്? ഈസ് എ ലാൻഡ് ബിറ്റ്വീൻ 2 റിവേഴ്സ്. 2 നദികൾക്കിടയിലുള്ള നാട് എന്നാണ് മെസോപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. അത് ഏത് നദികളാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്താ പറയുക? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ്. വാട്ട് ഡസ് ദ വേർഡ് മെസോപ്പൊട്ടേമിയ മീൻസ്? മെസോപ്പൊട്ടേമിയ എന്താണ്? ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു നദികളുടെ ഇടയിലുള്ള നാട് എന്നാണ് മെസോപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. വാട്ട് ആർ ദ 4 ഡിഫറെൻറ്റ് സിവിലൈസേഷൻ എമേജ്ഡ് ആൻഡ് ഡിക്ലൈൻഡ് ഇൻ മെസോപ്പൊട്ടേമിയ? അപ്പോൾ മെസോപ്പൊട്ടേമിയയിൽ ഉണ്ടായതും അതേപോലെ നശിച്ചു പോയതുമായ 4 സിവിലൈസേഷനാണ് ഈ പറയുന്നത്. സുമേറിയൻ, ബാബിലോണിയൻ, അസീരിയൻ ഒക്കെ. ഇനി അടുത്തത് ദ മെസോപ്പൊട്ടേമിയൻ റൈറ്റിംഗ് സിസ്റ്റം ഈസ് കോൾഡ്. മെസോപ്പൊട്ടേമിയയിൽ ഒരു റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതെന്താ പറയുക? ക്യൂണിഫോം. മെസോപ്പൊട്ടേമിയ ഫോർമുലേറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ദ മൂൺ. അവർ മൂണിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചായിരുന്നു മെസോപ്പൊട്ടേമിയയിൽ കലണ്ടർ ഉണ്ടായിരുന്നത്. ഇനി മെസോപ്പൊട്ടേമിയൻ ടെമ്പിൾ വർ ഓൾസോ ആണ് സിഗ്രാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ഷേത്രങ്ങളാണ്. ഓക്കെ, ദ ചൈനീസ് സിവിലൈസേഷൻ പ്ലറലൈസ്ഡ് ഇൻ ദ വാലി ഓഫ് റിവർ. അപ്പോൾ ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു നദിയുടെ പേര് ഓർമ്മയിൽ വെക്കണം. എന്താണ്? ഹൊയാഹോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ ലെറ്റേഴ്സസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്ന ചെറിയ ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് 8ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.